ഈ കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് സഭയുടെ പഠിപ്പിക്കൽ എന്തിനാണ് ഇത്? സഭയുടെ പഠിപ്പിക്കൽ. അപ്പം ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ ഈ സഭയുടെ പഠിപ്പിക്കൽ മാത്രം പറഞ്ഞ ബൈബിളിൻ്റെ കാര്യം കൂടെ അങ്ങോട്ട് പറഞ്ഞ ആ ആൾ എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നെനിക്ക് ഉറപ്പായി. ഈ സഭയുടെ കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ തന്നെ അതിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറയുന്നത് ബൈബിളാണ്. ബൈബിളിൻ്റെ കാര്യം പറയാതെ ഞാൻ ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് ബൈബിളാണ് പഠിപ്പിക്കുന്നത്. ആത്യന്തികമായിട്ട് ബൈബിളാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ബൈബിളിൻ്റെ ബേസിൽ, അതിൻ്റെ അടിസ്ഥാനത്തിൽ സഭാപിതാക്കന്മാർ രൂപപ്പെടുത്തിയ ഈ സഭയുടെ പ്രബോധനങ്ങളിലാണ് 2000 വർഷമുള്ള ഈ സഭ നിൽക്കുന്നത്. ഇല്ലെങ്കിലുണ്ടല്ലോ അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് ചാടി ഉമ്മച്ചൻ്റെ സഭ, പാപ്പച്ചൻ്റെ സഭ, ഫുൾ കൈ പാസ്റ്ററിൻ്റെ സഭ, ഹാഫ് കൈ പാസ്റ്ററിൻ്റെ സഭ എന്ന് പറഞ്ഞ് ഇങ്ങനെ പല സഭകൾ ചാടി ചാടി നടക്കും. ഈ ആരാധനാക്രമത്തിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ ഉൾച്ചേർന്ന് നിൽക്കുക എന്നുള്ളത് നമ്മളുടെ ആത്യന്തികമായ രക്ഷയ്ക്ക് അടിസ്ഥാനമാണ്. കാരണം ഇവിടെയാണ് കൂദാശ. മറ്റ് സഭകളിലൊക്കെ അത്ഭുതങ്ങളുണ്ട്, അടയാളങ്ങളുണ്ട്. പക്ഷെ മനസ്സിലാക്കണം, അത്ഭുതങ്ങളും അടയാളങ്ങളും അല്ല ആത്മരക്ഷയുടെ മുഖമുദ്ര, ക്രൈറ്റീരിയൻ, അളവുകോൽ, മാനദണ്ഡം. ആത്മരക്ഷയുടെ മാനദണ്ഡം അത്ഭുതങ്ങളും അടയാളങ്ങളുമല്ല. അത് ഇതര മതങ്ങളിലുണ്ട്, ഇതര സഭകളിലുണ്ട്, വൈകാരിക പ്രകടനങ്ങളുണ്ട്. അതല്ല എൻ്റെ പ്രിയപ്പെട്ട മക്കളെ. നിങ്ങൾ ഇപ്പോഴെന്നെ ഈ അല്പം മുഖം ചുളിച്ച് ഇങ്ങനെ ഇരുന്നാലും ഉണ്ടല്ലോ, കുറച്ച് കഴിയുമ്പോൾ മരിച്ചു കഴിയുമ്പോൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ആ അച്ഛൻ അത് നല്ലായിരുന്നു കേട്ടോ, അത് ഉപകാരപ്രദമായെന്ന് പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രദ്ധിക്കണേ മക്കളെ. അതായത് ഈ കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 1071 1071 ക്രിസ്തുവിന്റെ പ്രവൃത്തി എന്ന നിലയിൽ ആരാധനാക്രമം അവിടുത്തെ സഭയുടെയും പ്രവൃത്തിയാണ്. ശ്രദ്ധിക്കണേ, ഈ ഒരൊറ്റ വാക്യം നമ്മളിത് പഠിക്കുന്നുള്ളൂ. ക്രിസ്തുവിന്റെ പ്രവൃത്തി എന്ന നിലയിൽ ആരാധനാക്രമം, ലിറ്റർജി ആരുടെ പ്രവൃത്തിയാണ്? സഭയുടെ പ്രവൃത്തിയാണ്. അതായത് ക്രിസ്തുവിന്റെ പ്രവൃത്തി ഇത് മനസ്സിലാക്കണമെങ്കിൽ ക്രിസ്തു ഇപ്പോൾ എവിടെയാണ് എന്നറിയണം. ദിവ്യകാരുണ്യനാഥനായ നമ്മളോടൊപ്പമുണ്ട്. എന്നാൽ യേശു ക്രിസ്തു ബൈബിളിൽ, വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തു ഇപ്പോൾ പിതാവിൻ്റെ വലതുവശത്താണ്. ഈ ആരാധനാക്രമം ആരുടെ പ്രവൃത്തിയാണ്? ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയാണ്. ദൈവം, യേശു ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയാണ്. അവൻ ചെയ്യുന്ന കാര്യമാണ് ആരാധനാക്രമം. അതിൻ്റെ പേരാണ് കൂദാശ, വിശുദ്ധീകരിക്കുന്ന കർമ്മം. ആരാ വിശുദ്ധീകരിക്കുന്നത്? ദൈവം. യേശു ക്രിസ്തുവാണ് വിശുദ്ധീകരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് ക്രിസ്തുവിൻ്റെ പ്രവൃത്തി. ഈ ആരാധനക്രമം ക്രിസ്തുവിൻ്റെ പ്രവൃത്തിയാണെങ്കിൽ ശ്രദ്ധിക്കണം, ക്രിസ്തു ഇപ്പോൾ എവിടാണ് എന്ന് നമ്മൾ അറിയണം. അത് മനസ്സിലാക്കാൻ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 18, 19, 20 വാക്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം. അവൻ സഭയാകുന്ന ശരീരത്തിന്റെ ശിരസ്സാണ്. ആര്? യേശു. ഈശോ. ഒന്നുകൂടെ വായിക്കാം. അവൻ സഭയാകുന്ന ശരീരത്തിന്റെ ശിരസ്സാണ്. അവൻ എല്ലാറ്റിന്റെയും ആരംഭവും മരിച്ചവരിൽ നിന്നുള്ള ആദ്യജാതനുമാണ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവൻ പ്രഥമസ്ഥാനീയനായി. എന്തെന്നാൽ അവനിൽ സർവസമ്പൂർണതയും നിവസിക്കണമെന്ന് ദൈവം തിരുമനസ്സായി. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നത് അവൻ സഭയാകുന്ന ശരീരത്തിന്റെ ആരാണ്? ശിരസ്സാണ്, തലയാണ്. തല അതെ, ഇവിടെ എനിക്കൊരു തലയുണ്ട്, എനിക്കൊരു ശരീരമുണ്ട്. ഈ ശരീരത്തിൻ്റെ മേലിരിക്കുന്ന തല, ഇത് കണക്കെയാണ് ക്രിസ്തു. ഇത് കണക്കെയാണ് ക്രിസ്തു. ഈശോ ഇപ്പം ശിരസ്. ഈ ശിരസ് സഭയാകുന്ന ശരീരം. ഈ ശിരസ് ഇപ്പോൾ എവിടെയാണെന്ന് പറയാമോ? ഈ ശിരസ് കഴുത്തിന് മേലാണെങ്കിലും ശരീരത്തിന് മേലാണെങ്കിലും ഈ ശിരസ് എവിടെയാണ് എന്ന് ബൈബിൾ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം 19-ാം തിരുവചനം. ഈ ശിരസ് എവിടെയാണ്? ക്രിസ്തു ഇപ്പോൾ എവിടെയാണ്?
നമ്മുടെ വിഷയം ക്രിസ്തുവിൻ്റെ പ്രവൃത്തി ആണ് ആരാധനാക്രമം, അത് സഭയുടെ പ്രവൃത്തിയാണ്. ശിരസ്സാകുന്ന ക്രിസ്തു ഇപ്പൊ എവിടാണ്? മർക്കോസ് 16:19. കർത്താവായ യേശു അവരോട് സംസാരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായി. ഈശോ ഇപ്പൊ എവിടാണ്? ദൈവത്തിന്റെ വലത്തുഭാഗം. ശ്രദ്ധിക്കണം, ഈ ശിരസ്, തല, സഭയാകുന്ന ശരീരത്തിന്റെ ശിരസ്സാകുന്ന ക്രിസ്തു ഇപ്പോൾ ബൈബിൾ പഠിപ്പിക്കുന്ന, വചനം പഠിപ്പിക്കുന്ന ഇപ്പൊ എവിടാണ്? പിതാവിന്റെ വലത്തുഭാഗത്ത്, സ്വർഗത്തിലാണ്. അത് തന്നെയാണ് വീണ്ടും നമ്മളോട് പറയുന്നത് എഫേസ്യർക്ക് എഴുതിയ ലേഖനം 1:20 എഫേസോസ് 1:20, ഹെബ്രായർ 1:3 ഇത് തന്നെയാണ് പറയുന്നത്. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ വലതുവശത്തിരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ്. വായിക്കാം. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ വലത്തുവശത്ത് ഇരുത്തുകയും ചെയ്തപ്പോൾ. അപ്പോൾ ക്രിസ്തു ഇപ്പൊ എവിടെയാണ്? സ്വർഗത്തിൽ പിതാവിന്റെ വലതുവശത്താണ്. ഇനിയും ഹെബ്രായർ 1:3, തന്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. പാപങ്ങളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിച്ചതിന് ശേഷം അത്യുന്നതങ്ങളിലുള്ള മഹത്വത്തിന്റെ വലത്തുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി. അത്യുന്നതങ്ങളിലുള്ള മഹത്വത്തിന്റെ, ദൈവത്തിന്റെ വലത്തുഭാഗത്ത് അവൻ ഉപവിഷ്ടനായി. അപ്പൊ ബൈബിൾ അസന്നിഗ്ധമായി പഠിപ്പിക്കുന്നത് ശിരസ്സായ ഈ ക്രിസ്തു ഇപ്പൊ എവിടാണ്? പിതാവിന്റെ വലത്തുഭാഗത്താണ്, സ്വർഗത്തിൽ. ശ്രദ്ധിക്കണം, സ്വർഗത്തിന്റെ വലത്തുഭാഗം. അപ്പൊ സഭ എവിടാണ്? സഭ ഈ ഭൂമിയിലാണ്. സഭയാകുന്ന ശിരസ്, അവന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ജനം, അവന്റെ അവയവങ്ങളാകുന്ന ഈ സഭ, അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാകുന്ന ഈ സഭ. അതുകൊണ്ടാണ് 1 കൊറിന്തോസ് 12 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ പിന്നീട് വായിക്കണം. ശരീരം ഒന്നാണെങ്കിലും അതിൽ പല അവയവങ്ങളുണ്ട്. അപ്പൊ ഞാന് ഒരു അവയവം. ഇവിടെ ശുശ്രൂഷകൻ വിൽസച്ചാൻ ഇങ്ങനെ ഓടി നടന്നാലും ഒരവയവമാണ്, അല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടന്നാലും ഒരു അവയവമാണ്. ഇവിടെ ഇരുന്ന് താല്പര്യത്തോടെ വചനം കേൾക്കുന്ന ബേസില് മറ്റൊരു അവയവമാണ്. അതായത് ഈ ശരീരത്തിൻ്റെ അവയവങ്ങൾ കണക്ക് ചിലർക്ക് മേന്മയായ കണ്ണുപോലല്ല കാലിൻ്റെ വിരല്, അത് വേറൊരു ഫങ്ഷനാണ്, പക്ഷേ അവയവങ്ങളാണ്. ഈ അവയവങ്ങളെല്ലാം ചേർന്ന്, അതാണ് 14-15 വാക്യങ്ങൾ വായിക്കാമോ? ഒരു അവയവമല്ല, പലത് ചേർന്നാണ് ശരീരം. എല്ലാവരും ഒരുപോലെ അല്ല, ഒരേ സ്വഭാവമല്ല, പല സ്വഭാവങ്ങളാണ്. വായിച്ചോ. ഞാൻ കൈയല്ലാത്തതിനാൽ ശരീരത്തിന്റെ ഭാഗമല്ല എന്ന് കാൽ പറഞ്ഞാൽ അത് ശരീരത്തിന്റെ ഭാഗമല്ലെന്ന് വരുമോ? ഉദാഹരണത്തിന് ഒരു എരുമ കുത്താൻ വരികയാണ്. അപ്പോഴാണ് ശരീരം ഓർഡർ കൊടുക്കുകയാണ്, ഓടിക്കോ. അപ്പോൾ കാല് പറയാണ്, കുറേ നാളായിട്ട് ഞാൻ ഈ 1 കിൻഡൽ ഭാരവും കൊണ്ട് ചുമന്നുകൊണ്ട് നടക്കുകയാണ്. എൻ്റെ കാലിൻ്റെ അസ്ഥി തേഞ്ഞു തുടങ്ങി, ഞാൻ ഓടുന്നില്ല, സൗകര്യമില്ല. കാരണം ഞാൻ കൈയല്ലല്ലോ, കൈ ഉണ്ടില്ലേ, എല്ലാം മാന്യമായ കാര്യങ്ങളെല്ലാം ചെയ്യാൻ കൈയുണ്ട്. ഞാൻ ഈ ചെളിക്കകത്തൂടെ നടക്കാൻ എൻ്റെ ഈ കാലങ്ങനെ പറയുമോ? എരുമ കുത്താൻ വന്ന കാല് അവിടെ നിന്ന് ഓടും. ഇതാണ് ഒറ്റ ഫങ്ഷൻ. കാരണം ഈ ശിരസ് ഇപ്പൊ എവിടാ? പിതാവിന്റെ വലത്തുഭാഗത്ത്. ക്രിസ്തു പിതാവിന്റെ വലത്തുഭാഗത്താണ്. ആ ശിരസ് അവിടെ നിന്ന് ഓർഡർ കൊടുക്കുന്നതനുസരിച്ച് ഇത് ഫങ്ഷൻ ചെയ്യാണ്. അപ്പോൾ ഇത് പല ഒരേ അവയവങ്ങൾ പോലെ ഇരുന്നാൽ, ഇപ്പോൾ 2 കൈ സെയിം ബാച്ചാണ്, ഒരേപോലെ ഇരിക്കും. അപ്പോഴാണ് വെള്ളത്തിനകത്ത് താറാമുട്ട കിടക്കുന്നത് കണ്ടിട്ട് വലത് കൈ പോയി അങ്ങ് എടുത്തു. ചൂടുവെള്ളമായിരുന്നു, കൈ എല്ലാം അങ്ങ് പൊള്ളി, കുടഞ്ഞ്. ഈ ഇടത്ത് കൈ അങ്ങോട്ട് നോക്കിയിട്ട് പറയുമ്പോൾ കണക്കായിപ്പോയി, കുറേ നാളായിട്ട് നീയാണ് നിനക്ക് എന്തൊരു ശ്രേഷ്ഠ സ്ഥാനമാണ്, മുഖത്ത് പൗഡർ ഇടുന്നത് നീ,
നീയാണ് ചോറിങ്ങനെ ഇളക്കി ഇളക്കി വാരി കഴിക്കുന്നത്. നീ എന്നിട്ട് ഓർഡർ തരും ഒരു തുള്ളി ഉപ്പൂടെ. എന്നിട്ട് കഴിച്ചിട്ട് വീണ്ടും പറയും പോരാ ഒന്നുകൂടെ. അപ്പം ഞാൻ ഈ പാവപ്പെട്ട ഈ ഉപ്പ് എടുത്ത് ഓരോ തുള്ളി ഒഴിച്ചു കൊടുക്കണം. പിന്നെയും നീ ഇളക്കി കഴിക്കും. പിന്നെയും പോരാന്ന് പറയും. എന്നാൽ 4 തുള്ളിയും കൂടെ ഒന്നിച്ച് പറഞ്ഞാൽ പോരെ? പറയുകയല്ല. നീ പറയുന്ന ഓർഡർ എല്ലാം ചെയ്ത് ഞാനിങ്ങനെ അടിമവേല ചെയ്യാം. താറാമുട്ട പിടിക്കാൻ പോയല്ലേ, അവിടെ ഇരിക്കട്ടെ. ഈച്ച വന്നിരുന്നാലും ഈ കൈക്കേ മുറിവ് പറ്റി ഈച്ച വന്നിരിക്കുകയാണ്, ഇടത്ത് കൈ സൗകര്യമില്ല, സഹായിക്കത്തില്ലെന്ന് പറയുമോ? ഇത് നമ്മളെക്കുറിച്ചാണ് പറയുന്നത്. അവയവങ്ങൾ ഒരേപോലെ ഇരുന്നാലും വ്യത്യസ്തങ്ങളായ അവയവങ്ങളാണ്. ഒരു ഈച്ച വന്നിരുന്നാൽ ഓടിക്കും, തോർത്തെടുത്ത് വീശിക്കൊണ്ടിരിക്കും. എന്താ കാര്യം? പാവം എൻ്റെ ശരീരത്തിൻ്റെ അവയവ. ഹല്ലേലൂയ. സ്നേഹത്തോട് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ശരീരം ഇപ്പൊ ശ്രദ്ധിക്കണം, ശിരസ്സാകുന്ന ക്രിസ്തു സ്വർഗത്തിലും ഈ അവയവം പല അവയവങ്ങളാണെങ്കിലും ശരീരത്തിൻ്റെ ഏക ഫങ്ഷൻ, ഒറ്റ പ്രവൃത്തിയിൽ സഭ ഇങ്ങനെ മുന്നോട്ട് പോവുക. ഇതാണ് വചനബന്ധിതമായിട്ട് സഭയെക്കുറിച്ചും ക്രിസ്തുവിനെ കുറിച്ചുള്ള ബോധ്യം. ഇനി സ്വർഗത്തിലിരിക്കുന്ന, അപ്പൊ ഇവിടെ വിഷയം എന്താണ്? കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 1070 പറയുന്നത് ക്രിസ്തുവിന്റെ പ്രവൃത്തി, ക്രിസ്തുവിന്റെ പ്രവൃത്തി എന്ന നിലയിൽ ആരാധനാക്രമം അവിടുത്തെ സഭയുടെയും പ്രവൃത്തിയാണ്. അപ്പൊ ശ്രദ്ധിക്കണേ, ഇത് തല, ശിരസ് സ്വർഗത്തിലിരുന്ന് ഒരു പ്രവൃത്തി ചെയ്യുന്നുണ്ടെന്നാണ് സഭ പഠിപ്പിക്കുന്നത്. ചെയ്യുന്നോ ഇല്ലയോ? ഇതാണ് നമ്മൾ കാണേണ്ടത്. ബൈബിളിന്റെ അടിസ്ഥാനത്തിൽ എന്ത് പറയുന്നു? ക്രിസ്തുവിന്റെ പ്രവൃത്തി, ശിരസ്സായ ക്രിസ്തു പിതാവിന്റെ വലതുവശത്തിരുന്ന് പ്രവൃത്തി ചെയ്യുന്നു. ആ പ്രവൃത്തിയാണ് സഭയിൽ നടക്കുന്ന ആരാധനാക്രമം. ഇത് നമ്മൾ കണ്ടെത്തുന്ന ചടങ്ങോ ചേഷ്ടയോ ആചാരാനുഷ്ഠാനങ്ങളോ അല്ല. ഇത് ക്രിസ്തുവിന്റെ പ്രവൃത്തിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ക്രിസ്തു അവിടെ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്നറിയണമെങ്കിൽ വെളിപാടിൻ്റെ പുസ്തകത്തിൽ യോഹന്നാൻ സ്ലീഹായ്ക്ക് ഈശോ വെളിപ്പെടുത്തി കൊടുത്ത, പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത ഒരു സംഭവമുണ്ട്. ഒരുപാട് സംഭവങ്ങളുണ്ട്. സ്വർഗത്തിൽ എന്താണ് ഇപ്പം നടക്കുന്നത്, ക്രിസ്തു എന്താണ് പ്രവർത്തിക്കുന്നത് എന്ന് ബൈബിളിൽ ഒരുപാടെടുത്ത് പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഒരു കാര്യം മാത്രം പറയാനുള്ള നേരമേ ഉള്ളൂ. അതാണ് വെളിപാടിൻ്റെ പുസ്തകം 5-ാം അധ്യായം 5 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തു അവിടെ ഇരുന്ന് എന്താ ചെയ്യുന്നത്, പിതാവിൻ്റെ വലതുവശത്തിരുന്ന് ക്രിസ്തു ചെയ്യുന്ന പ്രവൃത്തി എന്താണ് എന്ന് എഴുതി വച്ചിട്ടുണ്ട്. ആ പ്രവൃത്തി എന്താണെന്ന് മനസ്സിലാക്കിയാൽ ഭൂമിയിൽ നടക്കുന്ന ആരാധനാക്രമത്തിൻ്റെ വാല്യൂ, അതെന്തുമാത്രം നിത്യതയോട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതാണ് നമ്മളെ ശുദ്ധീകരിക്കുന്നത്, ഇതാണ് നമ്മളെ നിത്യതയിൽ എത്തിക്കുന്നത്. ഇതിനെ അവഗണിച്ചാൽ നമുക്ക് നിത്യജീവനില്ല. വായിക്കാം, വെളിപാട് 5 മുതൽ 14 വരെ. അപ്പോൾ ശ്രേഷ്ഠന്മാരിൽ ഒരാൾ എന്നോട് പറഞ്ഞു, കരയാതിരിക്കൂ, ഇതാ യൂദാ വംശത്തിൽ നിന്നുള്ള സിംഹവും ദാവീദിന്റെ വേരുമായവൻ വിജയിച്ചിരിക്കുന്നു. അവന് ചുരുൾ നിവർത്താനും ശബ്ദമുദ്രകൾ പൊട്ടിക്കാനും കഴിയും. അപ്പോൾ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും മധ്യേ ശ്രേഷ്ഠന്മാരുടെ നടുവിൽ കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നത് ഞാൻ കണ്ടു. അവന് 7 കൊമ്പുകളും 7 കണ്ണുകളുമുണ്ട്. ഈ കണ്ണുകൾ ലോകമെമ്പാടും ഐക്യപ്പെട്ട ദൈവത്തിന്റെ സപ്താത്മാക്കളാണ്. അവൻ ചെന്ന് സിംഹാസനത്തിന്റെ വലത്തുകൈയിൽ നിന്ന് ചുരുൾ വാങ്ങി. അവൻ അത് സ്വീകരിച്ചപ്പോൾ 4 ജീവികളും 24 ശ്രേഷ്ഠന്മാരും കുഞ്ഞാടിന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചു. ഓരോരുത്തരും വീണയും വിശുദ്ധരുടെയും പ്രാർത്ഥനകളാകുന്ന പരിമളദ്രവ്യം നിറഞ്ഞ സ്വർണ കലശങ്ങളും കയ്യിലേന്തിയിരുന്നു. അവർ ഒരു നവ്യഗാനം ആലപിച്ചു. പുസ്തക ചുരുൾ സ്വീകരിക്കാനും അതിന്റെ മുദ്രകൾ തുറക്കാനും നീ യോഗ്യനാണ്. കാരണം നീ വധിക്കപ്പെടുകയും നിന്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിലും നിന്നുള്ളവരെ ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തു. 14-ാം വാക്യം. 4 ജീവികളും
ആമേൻ എന്ന് പ്രതിവചിച്ചു. 4 ജീവികളും ആമേൻ എന്ന് പ്രവചിച്ചു. ശ്രദ്ധിക്കണേ, ഇത് യോഹന്നാൻ സ്ലീഹായ്ക്ക് പരിശുദ്ധാത്മാവ് കാണിച്ച ഒരു വെളിപാടാണ്. പത്മോസ് ദ്വീപിൽ ഇരുന്ന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന യോഹന്നാന് സ്വർഗത്തിൻ്റെ ഒരു ദർശനം കാണിച്ചു കൊടുക്കുക. ഇപ്പം എന്താണ് സ്വർഗത്തിൽ നടക്കുന്നത്, ശിരസാകുന്ന ക്രിസ്തു എന്താ അവിടെ പ്രവർത്തിക്കുന്നത് എന്ന ഒരു വെളിപാടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഉദാഹരണത്തിന് ഈ ഏവെങ്കിലും പീഠം ഒരു വലിയ തുണി കൊണ്ട് ഇങ്ങനെ മൂടിയിട്ടിരിക്കുകയാണ്. ഇപ്പം എന്താ ഇതിനകത്തിരിക്കുന്നത് നമുക്കറിയത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു കോണ്, ഈ തുണിയുടെ ഒരു കോണ് ഇങ്ങനെ ഒന്ന് ഉയർത്തി കാണിച്ചു കൊടുക്കുമ്പോൾ താഴെ നിൽക്കുന്ന ആളിന് ഇവിടെ ഇരിക്കുന്നത് ബൈബിളാണ് അല്ലെങ്കിൽ എന്താണെന്ന് കാണാൻ പറ്റും. ഇതാണ് വെളിപാട്. ഇതുപോലെ സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ തിരശ്ശീലയിട്ട് മൂടിയിരിക്കുകയാണ്. ദൈവം എന്ത് ചെയ്തു? ഒരു കോണ് യോഹന്നാൻ സ്ലീഹായ്ക്ക് ഒന്ന് കാണിച്ചു കൊടുത്തു. യോഹന്നാൻ സ്ലീഹ കണ്ടപ്പോൾ കണ്ട കാഴ്ചയാണിത്. സ്വർഗത്തിൽ നടക്കുന്നതൊരു ആരാധനയാണ്, ഒരു രംഗമാണ്, ഒരു നാടകം കണക്കെ ഒരു സംഭവം നടക്കുക. ഇതാണ് യോഹന്നാൻ സ്ലീഹ കണ്ടിട്ട് എഴുതി വെച്ചത്. സ്വർഗത്തിൽ ഇപ്പോൾ എന്താണ് നടക്കുന്നത്? ഇതാണ് സഭ ആരാധനാക്രമത്തിൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. യോഹന്നാൻ സ്ലീഹായ്ക്ക് വെളിപ്പെട്ട് കിട്ടിയ കാര്യമാണ് ആരാധനാക്രമം. ഹല്ലേലൂയ. അവിടെ എന്താ നടക്കുന്നതെന്ന് അറിയാമോ? ഒരു വലിയ സിംഹാസനം കണ്ടു. ഒരു സിംഹാസനം കണ്ടു. എന്നിട്ട് ഈ സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്ന ദൈവം ഈ കാഴ്ച കണ്ടിട്ട് ഇതിനപ്പുറത്ത് പിന്നീട് കാണുന്നത് 4 ജീവികളെ കണ്ടു. ഈ 4 ജീവികളെന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ അടയാളമാണ്. 4 എന്ന് പറയുന്നത് 4 ദിക്കുകളുടെ അടയാളമാണ്. കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും 4 ദിക്കുകളുടെ അടയാളമാണ്. പണ്ട് ബൈബിൾ വായിച്ചാൽ നമുക്കറിയാം, ഈ പ്രപഞ്ചത്തെ, ഭൂമിയെ മുഴുവൻ 4 തൂണുകളിലാണ് വെള്ളത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നതായിട്ട് പറയുക. ഈ 4 എന്ന് പറയുന്നത് ഭൂമിയുടെ അടയാളമാണ്, പ്രപഞ്ചത്തിൻ്റെ അടയാളമാണ്, മനുഷ്യവംശത്തിൻ്റെ അടയാളമാണ്. പ്രിയപ്പെട്ടവരെ, യോഹന്നാൻ സ്ലീഹ കാണുന്നത് 4 ജീവികളെ കാണുന്നു, ഒരു സിംഹാസനം കാണുന്നു. അതുകൊണ്ടാണ് ഈ ജീവികൾ, ഈ പ്രപഞ്ചം മുഴുവനും ഇവിടെ സന്നിഹിതരാണ്. വിശുദ്ധ കുർബാനയിൽ നിങ്ങൾക്കറിയാമോ, ഈ ചിത്തോല, ഈ വിരിക്കൂട്ട്, ഇതിന് 3 നിറങ്ങളുണ്ട്. ഇതിന് ചുവപ്പുണ്ട്, പച്ചയുണ്ട്, വെള്ളയുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് 3ഉം ഈ സഹനസഭയുടെയും സമരസഭയുടെയും വിജയസഭയുടെയും അടയാളമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ അടയാളമാണ്. ഈ മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിച്ചു പോയ എല്ലാ മനുഷ്യരുടെയും പ്രതീകമാണ്. സ്വർഗത്തിൽ അവരെല്ലാവരും നിൽക്കുകയാണ്. ഇതാണ് 4 ജീവികൾ. ഇത് ശ്രേഷ്ഠന്മാരുടെ, അവിടെ ശ്രേഷ്ഠന്മാരുമുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ മദ്ബഹായിലൊക്കെ ഈ കസേരകളൊക്കെ, ഇങ്ങനെ വലിയ കസേരകളൊക്കെ ഇടുന്നത് ഈ ശ്രേഷ്ഠന്മാർക്ക് ഇരിക്കാനുള്ളതാണ്. മദ്ബഹായിൽ സ്വർഗത്തിലെ കാഴ്ചയാണ് പിതാക്കന്മാരുടെ കസേരകൾ. പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കണം, ഇത് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് അക്ഷരശ ആരാധനാക്രമമായി അനുഷ്ഠിക്കുകയാണ് സഭ. പിൽക്കാലത്ത് നമ്മൾ കണ്ടെത്തിയതല്ല. യേശുക്രിസ്തു തൻ്റെ മക്കൾക്ക് വെളിപ്പെടുത്തിയ വെളിപാടുകളാണ്, റെവലേഷൻസ് ആണ്. സ്വർഗത്തിൽ എന്താണ് നടക്കുക? ഇപ്പൊ ശ്രേഷ്ഠന്മാരുണ്ട്, 4 ജീവികളുണ്ട്, പ്രപഞ്ചത്തിന്റെ അടയാളമുണ്ട്, സ്വർഗസിംഹാസനമുണ്ട്. ഇനി നമ്മൾ വായിക്കുന്നത് ഇതിന്റെ 2ന്റെയും ഇടയിൽ മധ്യേ ഈ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും മധ്യേ ശ്രേഷ്ഠന്മാരുടെ നടുവിൽ കൊല്ലപ്പെട്ടതായി തോന്നുന്ന ഒരു കുഞ്ഞാട് നിൽക്കുന്നതായി ഞാൻ കണ്ടു. ഹല്ലേലൂയ. ഈ ത്രോണോസ് എന്ന് പറഞ്ഞാൽ ത്രോൺ, സിംഹാസനം. ഈ ത്രോണോസിന്റെയും ഈ ജീവികളുടെയും ജനത്തിന്റെയും ഇടയിൽ ഒരു കുഞ്ഞാട് നിൽക്കുന്നു. ഈ കുഞ്ഞാടിന്റെ പ്രത്യേകത, അവൻ കൊല്ലപ്പെട്ടതായി തോന്നുന്നു. മുറിവേൽപ്പിക്കപ്പെട്ട ഒരു കുഞ്ഞാട്, പക്ഷെ അവൻ നിൽക്കുകയാണ്. അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ കൊല്ലപ്പെട്ടു. അതുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റ ശേഷവും ഈശോയുടെ കൈകാലുകളിൽ അവൻ 5 ക്ഷതങ്ങൾ, മുറിവുകൾ, 5 തിരുമുറിവുകൾ അവശേഷിപ്പിച്ചു. അതുകൊണ്ടാണ് ഉയർത്തെഴുന്നേറ്റ ഈശോ തോമാസ് ലീഹ അവിശ്വസിച്ചപ്പോൾ പറഞ്ഞത്, തോമസേ വാ, എൻ്റെ വിലാപ്പുറം കാണ്, കൈകാലുകൾ കാണ്, ഇത് ഞാനാണെന്ന് അറിയ. അവന് മുറിവുണ്ട്, പക്ഷെ ആ കുഞ്ഞാട് നിൽക്കുന്നു, ഉയർത്തെഴുന്നേറ്റ് നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇതാണ് കുർബാന. ഈ ത്രോണോസിന്റെ മുൻപിൽ ജനത്തിന്റെ ഇടയിൽ ഏക മധ്യസ്ഥനായി യേശു ക്രിസ്തു, കൊല്ലപ്പെട്ട ഈ കുഞ്ഞാട് നിൽക്കുന്നു. ഇതാണ് വിശുദ്ധ കുർബാന.
ഇനി അടുത്തതിൽ നമ്മൾ വായിക്കുന്നു, ഈ പ്രപഞ്ചത്തിൻ്റെയും ദൈവപിതാവിൻ്റെയും ഇടയിൽ ഈ കുഞ്ഞാട് നിൽക്കുമ്പോൾ വിശുദ്ധരുടെ പ്രാർത്ഥനകൾ പരിമളദ്രവ്യവുമായി ഉയരുന്നു. വായിച്ചു. അവൻ അത് സ്വീകരിച്ചപ്പോൾ 4 ജീവികളും 24 ശ്രേഷ്ഠന്മാരും കുഞ്ഞാടിന്റെ മുൻപിൽ സാഷ്ടാംഗം പ്രണമിച്ചു. ഓരോരുത്തരും വീണയും വിശുദ്ധരുടെ പ്രാർത്ഥനകളാകുന്ന പരിമളദ്രവ്യം നിറഞ്ഞ സ്വർണ്ണ കലശങ്ങളും കയ്യിലേന്തിയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ കുഞ്ഞുങ്ങള് ധൂപക്കുറ്റി എടുക്കുക, സ്വർണ്ണ കലശം. ഈ ധൂപക്കുറ്റിക്കകത്ത് ഈ ധൂപമിട്ട് ഈ കനൽ ഇങ്ങനെ കത്തിച്ച് ഈ ധൂപം ഉയരുന്നതിന്റെ കാരണം എന്നറിയാമോ? വെളിപാട് 5 കാഴ്ചയാണ്. വിശുദ്ധരുടെ പ്രാർത്ഥനകളാകുന്ന ഈ ധൂപം ഇങ്ങനെ ഉയരുകയാണ്. ഇതാണ് യോഹന്നാൻ കാണുന്നത്. വെളിപാടിൽ ഭൂമിയിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ് സ്വർഗത്തിലെ ആരാധന. അവിടെ വിശുദ്ധരുടെ പ്രാർത്ഥനയുണ്ട്. ശ്രദ്ധിക്കണം, ഈ പ്രപഞ്ചത്തിനും ജീവികൾക്കും ഈ സിംഹാസനത്തിനും മധ്യേ ഏക മധ്യസ്ഥൻ യേശുവേ ഉള്ളൂ. എങ്കിലും ഈ ആരാധനയിൽ വിശുദ്ധരുടെ പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന വേണം. ആര് പറഞ്ഞു? ബൈബിൾ പറഞ്ഞു, പരിശുദ്ധാത്മാവ് പറഞ്ഞു. യേശുവാണ് ഏക മധ്യസ്ഥൻ, യേശുവാണ് ഏക മധ്യസ്ഥൻ. പക്ഷേ ആ ഏക മധ്യസ്ഥൻ ഉള്ളിടത്ത് വിശുദ്ധരുടെ മധ്യസ്ഥവും വേണം. ഇതാരുടെ പദ്ധതിയാ? ദൈവത്തിന്റെ പദ്ധതിയാ. അതുകൊണ്ടാണ് നിന്നാൾ സ്തുതിയോടു രാജമകൾ നയവാൻവന പോലെ തളിർത്തിടുമേ, ഈ കുക്കിലിയോൻ വിശുദ്ധരുടെ മധ്യസ്ഥ പ്രാർത്ഥനകളൊക്കെ കുർബാനയ്ക്കിടയ്ക്ക് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നിട്ട് ഈ കുഞ്ഞാടിന്റെ മുൻപിൽ ഒരു പുതിയ പാട്ട്, നവ്യഗാനം. ഇതാണ് ലിറ്റോർജി. ഈ നവ്യഗാനം, ഒരു പുതിയ ഗാനം, ഇതാണ് ആരാധനാക്രമം. ഈ ആരാധനാക്രമത്തിന്റെ കാഴ്ച യേശു ക്രിസ്തു ശിരസാകുന്ന ക്രിസ്തുവിന്റെ പ്രവൃത്തിയായത്. കൊല്ലപ്പെട്ടിട്ട് നിൽക്കുന്ന ഈ കുഞ്ഞാടിന്റെ പ്രവൃത്തിയാ. അവൻ ഈ ബലി അർപ്പിക്കുകയാണ്. ഈ ബലിക്ക് ഉള്ള പേരാണ് ഒരിക്കൽ എന്നേക്കുമായി അർപ്പിച്ച ബലി. ഒന്നേറ്റ് പറയാമോ? ഒരിക്കൽ എന്നേക്കുമായി അർപ്പിച്ച ഏകബലി. ഹെബ്രായർ 10:10, ഹെബ്രായർ 10:12, ഹെബ്രായർ 9:12 3 വാക്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ഈ ബലിക്ക്, സ്വർഗത്തിലെ ഈ ആരാധനയ്ക്ക് പരിശുദ്ധാത്മാവിട്ട പേരാണ് ഒരിക്കൽ എന്നേക്കുമായി അർപ്പിക്കപ്പെട്ട ബലി. അത് ഞാൻ അർത്ഥം പറഞ്ഞു തരാം. അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ഭൂമിയിലെ ആരാധനാക്രമത്തിന്റെ വാല്യൂ മനസ്സിലാകുള്ളൂ. ഹെബ്രായർ 10:10 വായിക്കാമോ? ആ ഹിതമനുസരിച്ച് യേശുക്രിസ്തുവിന്റെ ശരീരം എന്നേക്കുമായി ഒരിക്കൽ സമർപ്പിക്കപ്പെട്ടതുവഴി നാം വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. എന്നേക്കുമായി ഒരിക്കൽ. ശ്രദ്ധിക്കണേ, ഈ ബലി ഒരിക്കലേ അർപ്പിച്ചിട്ടുള്ളൂ. 2000 വർഷങ്ങൾക്ക് മുൻപ് കാൽവരിയുടെ നെറുകയിൽ അർപ്പിച്ച, ഒരിക്കൽ മാത്രം അർപ്പിച്ച ബലിയാണ് സ്വർഗത്തിലെ ബലി. അതുകൊണ്ടാണ് ഈ കുഞ്ഞാട് കൊല്ലപ്പെട്ടതായി തോന്നുന്നു നിൽക്കുന്നു. ഈ ബലി ഒരിക്കൽ മാത്രം അർപ്പിച്ച ബലിയാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് യേശു ക്രിസ്തു കാൽവരിയുടെ നെറുകയിൽ അർപ്പിച്ച ഒരേ ഒരു ബലി. അത് വീണ്ടും ആവർത്തിക്കാൻ പാടില്ല, ആവർത്തിക്കേണ്ടതില്ല, ആവർത്തിക്കുകയില്ല. കാരണം അത് ഒരിക്കൽ മാത്രം അർപ്പിച്ച ബലിയാണ്. പക്ഷേ അത്, അടുത്ത വചനം, എന്നേക്കുമായുള്ള ബലിയാണ്. സ്വർഗത്തിൽ നിത്യതയാണ്, എന്നേക്കുമായുള്ള കാലം. അത് സമയബന്ധിതമല്ല, അത് നിത്യകാലമാണ്. യോഹന്നാൻ ഇതിന്റെ കാഴ്ച കണ്ടപ്പോൾ അത് എന്നേക്കുമായി നടക്കുന്ന ഒരു ബലിയാ. എന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ ഒരു പള്ളിയിൽ ഒരു കുർബാന ചൊല്ലുമ്പോഴും ചൊല്ലാതിരിക്കുമ്പോഴും സ്വർഗത്തിൽ ബലി നടക്കുന്നുണ്ട്. പള്ളിയിൽ 4 പേരെ ഉള്ളെങ്കിലും 4 പേര് വന്നാണ് ഒരു കുർബാന ചൊല്ലുന്നതെങ്കിലും സ്വർഗത്തിൽ ഈ ആരാധന എന്നേക്കുമായി നടക്കുകയാണ്. അതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ക്രിസ്തുവിന്റെ പ്രവൃത്തി. ഈ ക്രിസ്തുവിന്റെ പ്രവൃത്തിയാണ് ലിറ്റർജി, ദിവ്യ ശുശ്രൂഷ, ദൈവിക ശുശ്രൂഷ, ക്രിസ്തുവിന്റെ ശുശ്രൂഷ. അത് ഈ ഭൂമിയിൽ നമ്മൾ കൂടുമ്പോൾ നടത്തും. എന്തിനാണെന്നറിയാമോ? ആ ബലിയുടെ യോഗ്യതകളും നന്മകളും കൃപകളും ഇപ്പോൾ ഇവിടെ എൻ്റെ ജീവിതത്തിൽ സന്നിഹിതമാക്കാൻ, ഇവിടേക്ക് കൊണ്ടുവരാൻ
ഞാൻ ഈ കുർബാന ചൊല്ലുക, ആരാധനാക്രമം നടത്തുകയാണ്. അതുവഴിയാണ് ഞാൻ ആ നിത്യതയിലേക്ക് പ്രവേശിക്കുക. ആ നിത്യമായ ആരാധനയിലേക്ക് ദൈവം എന്നെ പ്രവേശിപ്പിക്കാൻ ഈ ഭൂമിയിൽ അവൻ ഒരുക്കിയതാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ കൂദാശകൾ. സ്നേഹത്തോട് പറ ഹല്ലേലൂയാ, സന്തോഷത്തോടെ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരിക്കൽ കാൽവരി മലയിൽ അർപ്പിച്ച ബലി അത് തന്നെയാണ് സ്വർഗത്തിൽ നടക്കുന്നത്, എന്നേക്കുമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. നിരന്തരം ഈ ബലി നടക്കുകയാണ്. ഈ ബലി എങ്ങനെ, ഇത് രണ്ടും അന്ന് കാൽവറിയിൽ നടന്ന ആ ബലിയുടെ യോഗ്യതയും ഇപ്പോൾ സ്വർഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അതേ ബലിയുടെ ഈ നിത്യമായ ഭാഗ്യവും എങ്ങനെ ഇപ്പോൾ എനിക്ക് അനുഭവിക്കാം, എൻ്റെ കുടുംബത്തിലേക്ക് കൊണ്ടുവരാം? എങ്ങനെയാണ് ഈ ബലിയുടെ ശക്തി എൻ്റെ മണ്ണിലേക്ക്, എൻ്റെ വിഷയങ്ങളിലേക്ക്, എൻ്റെ വരുമാനങ്ങളിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ ആത്മരക്ഷയ്ക്ക് കാരണമാകുന്ന രീതിയിൽ എൻ്റെ മക്കളിലേക്ക്, ബന്ധങ്ങളിലേക്ക് കൊണ്ടുവരാം? അതിനാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ഭൂമിയിൽ ദൈവം ഒരുക്കുന്ന ആരാധനാക്രമം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ ഒരു ചോദ്യം, ഹെബ്രായർ 7:24 വായിക്കാം. യേശു ആകട്ടെ എന്നേക്കും നിലനിൽക്കുന്നത് കൊണ്ട് അവന്റെ പൗരോഹിത്യം കൈമാറപ്പെടുന്നില്ല. യേശു ആകട്ടെ, ശ്രദ്ധിച്ച് കേൾക്കണേ, യേശു ആകട്ടെ എന്നേക്കും നിലനിൽക്കുന്നത് കൊണ്ട് അവൻ്റെ പൗരോഹിത്യം കൈമാറപ്പെടുന്നില്ല. പലരും വന്ന് ചോദിക്കും, പിന്നെ എങ്ങനെയാണ് ഈ പുരോഹിതരൊക്കെ ബലിയർപ്പിക്കുന്നത്? പിന്നെ എങ്ങനെയാണ് ഈ പുരോഹിതർക്ക് ഈ ഭൂമിയിൽ ബലിയർപ്പിക്കാൻ പറ്റുന്നേ? യേശു ആണ് ഏക പുരോഹിതൻ, അവൻ്റെ പൗരോഹിത്യം കൈമാറ്റപ്പെടുന്നില്ലല്ലോ. ബൈബിൾ പറയുന്നതല്ലേ, അവൻ്റെ പൗരോഹിത്യം കൈമാറുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ ഭൂമിയിൽ പുരോഹിതരുണ്ടാകുക? ഈ പുരോഹിതരെങ്ങനെയാണ് ഈ ബലി ഇവിടെ അർപ്പിക്കുക? ശരിയല്ലേ? നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? ബൈബിൾ പറയാണ് ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം കൈമാറ്റം ചെയ്യപ്പെടുന്നില്ലല്ലോ. പ്രിയപ്പെട്ടവരെ, പിന്നെ എങ്ങനെയാണ് കത്തോലിക്ക പുരോഹിതർ, എങ്ങനെയാണ് ഈ പുരോഹിതർ ബലി അർപ്പിക്കുന്നത്? യേശുവിൻ്റെ പൗരോഹിത്യം കൈമാറുന്നില്ല, യേശുവിൻ്റെ ഒറ്റ പൗരോഹിത്യമേ ഉള്ളൂ. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് പുരോഹിതരുണ്ടാകുക? പുരോഹിതരുള്ളതുകൊണ്ടാണല്ലോ ഈ ആരാധനാക്രമം നടക്കുന്നേ, ഈ ബലിയർപ്പണം നടക്കുന്നേ. പ്രിയപ്പെട്ടവരെ, അത് മനസ്സിലാക്കാൻ ഇത് തന്നെയാണ് സഭയും പഠിപ്പിക്കുന്ന. കാറ്റക്കിസം ഓഫ് ദി കാത്തലിക് ചർച്ച് 1545 ഖണ്ഡിക ഒന്ന് എടുക്കണം. 1545 ഖണ്ഡിക. അതിനകത്ത് പറയുന്നത് എന്താണ് എന്ന് നോക്കണം. അതിനകത്ത് പറയുന്നതും ഈ വാക്യം തന്നെയാണ്. ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം കൈമാറ്റം ചെയ്യപ്പെടുന്നില്ല. വായിക്കാമോ? ക്രിസ്തുവിന്റെ രക്ഷാകര ബലി അതുല്യവും ഒരിക്കൽ എന്നേക്കുമായി പൂർത്തിയാക്കപ്പെട്ടതുമാണ്. ക്രിസ്തുവിന്റെ അതുല്യമായ ബലി അതൊരിക്കലും അത് അതുല്യമാണ്, അത് എന്നേക്കുമായിട്ടുള്ളതാണ്, അത് പൂർണ്ണമാണ്, അവികലമായ ഒരു ബലിയാണ്. പക്ഷേ അത് സഭയുടെ കൃതജ്ഞതാ സ്തോത്ര ബലിയിൽ സന്നിഹിതമാക്കപ്പെടുന്നു. അത് ആ സ്വർഗത്തിലെ ബലി സഭയിലെ ആരാധനാക്രമത്തിൽ സന്നിഹിതമാക്കപ്പെടുന്നു. അതിനെ നമ്മൾ വിളിച്ച് ഇറക്കുന്നു, കൊണ്ടുവരുന്നു, അതിനെ ആഘോഷിക്കുന്നു. ആവർത്തിക്കുകയല്ല, ആ ബലിയെ നമ്മൾ ഇവിടെ ആഘോഷിക്കുകയാണ്. ഇനി വായിക്കാം. ക്രിസ്തുവിന്റെ ഏക പൗരോഹിത്യത്തെ പറ്റിയും ഇത് പറയാം. ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ അതുല്യതയ്ക്ക് യാതൊരു ന്യൂനതയും വരാതെ തന്നെ അത് ശുശ്രൂഷ പൗരോഹിത്യത്തിലൂടെ സന്നിഹിതമാകുന്നു. അതായത് ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തെക്കുറിച്ചും ഇത് തന്നെ പറയാം. ഇതേക പൗരോഹിത്യമാണ്, അതൊരിക്കലും മാറ്റാൻ പറ്റാത്തതാണ്, പൂർണ്ണമാണ്, അവികലമായ പൗരോഹിത്യമാണ്. പക്ഷേ ഈ പൗരോഹിത്യം ശ്രദ്ധിക്കണേ, ഈ പൗരോഹിത്യം അവൻ തൻ്റെ ശുശ്രൂഷകർക്ക് പകർന്നു നൽകുന്നു, അത് സന്നിഹിതമാക്കപ്പെടുന്നു. അതായത് രണ്ട് വാക്ക് പ്രധാനപ്പെട്ടതാണ്. ഇത് കൈമാറുകയല്ല. ഉദാഹരണത്തിന് ഞാൻ ഈ ബൈബിള് ഇപ്പോൾ ബിജിക്ക് കൈമാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഇത് ബിജിയുടെയാ, അങ്ങനെയല്ല. മറിച്ച് ഈ ശുശ്രൂഷകനെ, എന്നെ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിലേക്ക് എടുത്തു വെക്കുകയാണ്. ഇത് കൈമാറുകയല്ല, മറിച്ച് ഞാൻ ഇപ്പോൾ ക്രിസ്തുവിൻ്റെ പൗരോഹിത്യത്തിൽ നിന്നാണ് ഈ ശുശ്രൂഷ ചെയ്യുന്നത്. ഇത് ക്രിസ്തുവിൻ്റെ ബലിയാണ്.
ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് നിന്നാണ് ഞാനിത് ചെയ്യുന്നത്. ഈ ക്രിസ്തുവിൻ്റെ ആത്മാവിനെ, പൗരോഹിത്യത്തിൻ്റെ ആത്മാവിനെ ക്രിസ്തു എന്നിൽ നിക്ഷേപിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ അവൻ്റെ അതേ ബലി ഞാൻ ആഘോഷിക്കുന്നത്. ഹല്ലേലൂയ. ഇതൊരല്പം ഗഹനമാണ്, എങ്കിലും ഇത് മനസ്സിലാക്കിയാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ബലിയിൽ സംബന്ധിക്കുന്നത് വഴി നിത്യജീവൻ, സ്വർഗത്തിലെ ആരാധന, ദൈവത്തോടുള്ള സംസർഗം, സൗഹൃദം അത് പുതുക്കിയെടുക്കാൻ പറ്റും. ഈ കൂദാശകൾ വളരെ പ്രധാനപ്പെട്ട രക്ഷാകരമായ അവൻ്റെ പദ്ധതിയാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ രീതി ഇതാണ്. ദൈവം, ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് വിശുദ്ധ ബലിയുടെ എന്ന് പറയും, നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യും? എഴുന്നോട്ട് എന്നുള്ള രീതി പറയും. നിങ്ങൾ പറയുന്നത് അങ്ങയുടെ ആത്മാവോടുകൂടി, അച്ഛൻ്റെ ജീവിതത്തോടുകൂടി ഉണ്ടാകട്ടെ എന്ന്, അച്ഛൻ്റെ ശരീരത്തോടുകൂടി. ആത്മാവ് എന്താണ് ഈ ആത്മാവെന്നറിയാമോ? ക്രിസ്തുവിൻ്റെ ആത്മാവോടുകൂടിയാണ്. പൗരോഹിത്യത്തിൻ്റെ ആത്മാവോടുകൂടി ഉണ്ടായിരിക്കട്ടെ എന്നാണ് നിങ്ങൾ ആശംസിക്കുന്നേ. അച്ഛൻ്റെ പൗരോഹിത്യത്തിൻ്റെ ആത്മാവോടുകൂടി ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തു എന്നെ എടുത്തു വെച്ചിരിക്കുന്നത് അവൻ്റെ പൗരോഹിത്യത്തിലേക്കാണ്. അതുകൊണ്ട് ഇത് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒന്നല്ല, മറിച്ച് എന്നെ അവനിലേക്ക് എടുത്ത് അവൻ്റെ പ്രവൃത്തി ചെയ്യാൻ, അവൻ്റെ രക്ഷാപദ്ധതി ആഘോഷിക്കാൻ അവൻ തൻ്റെ പുരോഹിതനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ക്രിസ്തു എന്ന ഒറ്റ പുരോഹിതനേ ഉള്ളൂ. ക്രിസ്തു മാത്രമേ ഉള്ളൂ യഥാർത്ഥ പുരോഹിതൻ. അവൻ്റെ പൗരോഹിത്യം കൈമാറ്റം ചെയ്യപ്പെടാത്തതാണ്. പക്ഷേ ആ പൗരോഹിത്യത്തിൻ്റെ ആത്മാവിനെ വൈദികരിലേക്ക് അവൻ നിക്ഷേപിക്കുന്നു. ക്രിസ്തു എന്ന മഹാപുരോഹിതനിൽ നിന്നുകൊണ്ടാണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ബലി അർപ്പിക്കുന്നത് മറ്റൊരു ക്രിസ്തുവായിട്ടാണ് നിങ്ങൾ കാണുന്നത്. ഇത്ര ശ്രേഷ്ഠമായ വഴി. ഇത് എനിക്ക് അഹങ്കാരത്തിനുള്ള വഴിയല്ല ഞാൻ പറയുമ്പോൾ. അതുകൊണ്ടാണ് ഈ അപ്പവും വീഞ്ഞും തിരുശരീര രക്തങ്ങളായി മാറുന്നത്. ഇത് ഞാൻ പറയുന്നതുകൊണ്ടല്ല, ഞാൻ ക്രിസ്തുവിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ ക്രിസ്തുവാണത് പറയുന്നത്. അതുകൊണ്ടാണ് ഈ രൂപമാറ്റം സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ട്രാൻസ്സബ്സ്റ്റാൻസിയേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സത്താപരമായ മാറ്റം സംഭവിക്കുന്നത്. പുറമെ നോക്കുമ്പോൾ അപ്പവും വീഞ്ഞും തന്നെ, പക്ഷെ സത്ത മാറി. അത് അവൻ്റെ ശരീരവും രക്തവുമായി. കാരണം ക്രിസ്തുവാണിത് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അത് മനസ്സിലാക്കിയാൽ നമുക്ക് ഈ ആരാധനാക്രമത്തിൽ ഈ വൈദികനിലൂടെ ദൈവം ചെയ്യുന്നത് ഒരു വലിയ കാര്യമാണ്. കർത്താവിൻ്റെ ആത്മാവിനെ അവന് നൽകി, ക്രിസ്തുവിൻ്റെ ആത്മാവിനെ നൽകി അവനെ ഈ ശുശ്രൂഷയ്ക്ക് യോഗ്യനാക്കി. എന്തിനാണെന്നറിയാമോ? നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്. കാരണം ഇതിൽ പങ്കുചേരുന്നത് വഴി നമ്മൾ നിത്യജീവൻ ഉറപ്പാക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ ഒരു ജീവനിലേക്ക് നാം പ്രവേശിക്കണം എന്ന് പറയാം. ഈ ജീവനിലേക്ക് പ്രവേശിക്കണം. ഇത് സസ്യങ്ങളുടെ ജീവൻ പോലെയല്ല, മൃഗങ്ങളുടെ ജീവൻ പോലെയല്ല, മനുഷ്യൻ്റെ ജീവൻ പോലെയല്ല. മനുഷ്യ ജീവിതത്തിനും അപ്പുറത്തേക്ക്, മരണത്തിനപ്പുറത്തേക്ക് കടന്ന, മരണത്തിനതീതമായി കടന്നു ചെന്ന യേശു ക്രിസ്തുവിൻ്റെ ജീവനിലേക്ക് നമ്മളെ എടുത്തു വെക്കാനുള്ള സ്വർഗത്തിൻ്റെ പദ്ധതിയാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ആരാധനാക്രമം. അതുകൊണ്ടാണ് മറ്റ് മതങ്ങളിലുള്ള പ്രവാചകന്മാരോ പുരോഹിതന്മാരോ ഒന്നും ദൈവങ്ങളല്ല എന്ന് പറയാൻ കാര്യം. ക്രിസ്തു മാത്രമേ ഉള്ളൂ ദൈവമെന്ന് പറയാൻ കാര്യം, അവൻ മാത്രമേ ഈ മരണത്തിന് അതീതമായ, മരിച്ചവരിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് മരണത്തിന്, ഈ ഹ്യൂമൻ ലൈഫിന് അതീതമായ സമൃദ്ധമായ ഒരു ജീവനിലേക്ക് പ്രവേശിച്ചത്. അത് അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല, അതാണ് സത്യം, അതാണ് ക്രിസ്തുവിൻ്റെ പ്രവൃത്തി. കാരണം ഈ മരണത്തിന് അതീതമായി അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു. ജീവനായിരിക്കണമെങ്കിൽ ഒരിക്കലും മരിക്കരുത്. ജീവനായിരിക്കണമെങ്കിൽ അത് ഒരിക്കലും മരിക്കരുത്. അതുകൊണ്ടാണ് മനുഷ്യജീവൻ അപ്പുറത്തേക്ക് ഒരു തേജസ്കരിക്കപ്പെട്ട ഉത്ഥാനത്തിന് ജീവനിലേക്ക് അവൻ പ്രവേശിച്ചിട്ട് എന്നെയും നിങ്ങളെയും ഈ കൂദാശയിലേക്ക് എടുത്തു വെക്കുന്നത് വഴി അവൻ്റെ ഈ നിത്യജീവനിൽ നമ്മൾ അംഗങ്ങളാകുക. അതാണ് നമ്മളെ നിത്യജീവനിൽ എത്തിക്കുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ ബയോളജിക്കൽ ലൈഫിനപ്പുറത്തേക്ക് സോയേ, ഗ്രീക്ക് ഫിലോസഫി പറയും സോയേ, നിത്യജീവൻ, സമൃദ്ധമായ ജീവൻ, പുതിയ ജീവൻ.
അവൻ്റെ വിലാവിൽ നിന്നൊഴുകി ആ രക്തത്തിലേക്ക്, ആ വെള്ളത്തിലേക്ക് എന്നെ ഒട്ടിച്ചു ചേർത്ത് വെക്കുന്നതാണ് ഈ കൂദാശ. അവൻ്റെ വിലാവിൽ നിന്നൊഴുകുന്ന ഈ രക്തവും വെള്ളവും, അതാണ് മാമോദീസായും കുർബാനയും. ആ കൂദാശയിലേക്ക് എന്നെ ഒട്ടിച്ചു വെച്ച് കഴിയുമ്പോൾ ഇനിമേൽ യേശുവിൽ ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ഇനിമേൽ ശിക്ഷാവിധിയില്ല. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുന്നവന് നിത്യജീവനുണ്ട്, അവനൊരിക്കലും മരിക്കില്ല. ഇങ്ങനെ ഈ ഭൂമിയിൽ ഒറ്റയാൾ മാത്രമേ വന്നിട്ടുള്ളൂ. അവൻ്റെ പേരാണ് ജീസസ് ഓഫ് നസ്രത്ത്. He alone is the source of life, life in its abundance. അതെൻ്റെ പൊന്നുമക്കളെ മനസ്സിലാക്കി ഈ കൂദാശയിലൊന്ന് സംബന്ധിക്കാമോ? അടിക്കടി ജീവൻ. ഒരു മനുഷ്യനോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ തുടങ്ങിയിട്ട് 56 വർഷങ്ങൾ കഴിഞ്ഞു. 56 വർഷങ്ങളായിട്ട് ഇതുവരെയും ചെറിയൊരു പനി, ഒരു ചെറിയ തുമ്മലൊക്കെ വരും, എൻ്റെ ശരീരത്തിൽ ഒരു രോഗവും പിടിപെട്ടിട്ടില്ലെന്നു. ഈ തിരുരക്തത്തിൻ്റെ ശക്തി ഞാൻ വിശ്വസിക്കുന്നു. ഇത് വെറുതെ ഒരു ഭംഗിവാക്കൽ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മരണത്തിനതീതമായ ഒരു ജീവനിലേക്ക് നമ്മളെ ഒട്ടിച്ചു ചേർക്കുന്നതാണ് ഈ കൂദാശ. ഇത് യോഗ്യതയോടൊക്കെ സ്വീകരിച്ചാലുണ്ടല്ലോ, സമൃദ്ധമായൊരു ജീവൻ ഇവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. അതിൻ്റെ തുടർച്ചയായിട്ട് നിത്യജീവൻ. അതുകൊണ്ടാണ് ഈ ആരാധനാക്രമം ഇത്ര പ്രധാനമാണെന്ന് പറയാൻ കാര്യം. ഹല്ലേലൂയ. ഹല്ലേലൂയ. എഴുന്നേറ്റ് നിന്നൊരു 10 മിനിറ്റ് സമയം കർത്താവിനെ മനസ്സു തുറന്നൊന്ന് ആരാധിക്കാം.